നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വിജയം. 28 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥിയായ ആലി തേക്കത്ത് വാർഡ് പിടിച്ചെടുത്തത്. ഇതോടെ ഭരണത്തിലുള്ള LDFന് ഭൂരിപക്ഷം നഷ്ടമായി. രാജിവെച്ചൊഴിയണമെന്ന് കോൺഗ്രസ്. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലത്തിന് ടെൻഡർ ക്ഷണിച്ചു. 52.58 കോടി രൂപയുടേതാണ് ടെൻഡർ. പ്രദേശവാസികൾക്ക് തൃപ്തികരമായ വിധത്തിൽ ഭൂമി ഏറ്റെടുത്ത് പദ്ധതി നടപ്പാക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന പ്രതികളെ വേഗത്തിൽ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദരമൊരുക്കി വ്യാപാരികളും ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനും. ശേഷിക്കുന്ന പ്രതികളെ കൂടി വൈകാതെ പിടികൂടുമെന്ന് DYSP TK ഷൈജു. ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറിൽ യാത്രക്കാരിയുടെ കഴുത്തിൽ നിന്ന് 1 പവന്റെ സ്വർണമാല കവർന്നു. പുലുക്കല്ലൂരിൽ ട്രെയിൻ നിർത്തിയപ്പോഴാണ് സംഭവം. മോഷ്ടാവ് ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു. CPM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം ഡിസംബർ 13, 14, 15 തീയതികളിൽ പൂക്കോട്ടുകാവിൽ നടക്കും. പതാക കൊടിമര ജാഥകൾ വ്യാഴാഴ്ച. 18 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 138 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്തകളിലേക്ക് വിശദമായി. മണ്ണാർക്കാട് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മിന്നും ജയം. LDF കുത്തകയായിരുന്ന 4ാം വാർഡ് UDF പിടിച്ചെടുത്തു. ഇതോടെ 15-അംഗ ഭരണസമിതിയിൽ UDFന് ഭൂരിപക്ഷമായി. ആകെ പോൾ ചെയ്ത 976 വോട്ടിൽ UDFിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അലി തേക്കത്തിന് 452 വോട്ടും CPIയിലെ ചാണ്ടി തുണ്ടുമണ്ണിലിന് 454ഉം BJPയിലെ രവീന്ദ്രൻ ചാന്തുരുത്തിക്ക് 40 വോട്ടുമാണ് ലഭിച്ചത്. ഇതോടെ 15-അംഗ ഭരണസമിതിയിൽ UDFന് 8ഉം LDFന് 7ഉം അംഗങ്ങളായി. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട LDF രാജിവെക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിയാസ് തച്ചമ്പാറ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് വിജയം ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ വിജയമാണ്. 2, പെട്ടെന്ന് കൂട്ടിയ ഈ വൈദ്യുതി വർധവിനെതിരെയുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി. 28 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി CPMന്റെ കുത്തക വാർഡ്, LDFന്റെ കുത്തക വാർഡാണ് UDF പിടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് ഈ കേരളം ഭരിക്കുന്ന LDF സർക്കാരിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തേറ്റ കനത്ത അടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിന്റെ ഭരണം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് പോണെന്നൊന്നും പറയുന്നില്ല. വേണമെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ കുറ്റിച്ചോലെടുത്ത് അടിച്ചിറക്കുന്നതാണ്. തുടർന്ന് UDF പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ UDFന്റെ വിജയത്തിന്റെ ആദ്യപടിയാണ് ഈ വിജയമെന്ന് വിജയിച്ച അലി തേക്കത്ത് പറഞ്ഞു. 4ാം വാർഡിലെ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മേലിൽ, തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റ് ഇടതുപക്ഷത്തിനും 6 സീറ്റ് UDFനും കിട്ടിയതാണ്. അപ്പോൾ മഹാഭൂരിപക്ഷത്തിൽ അന്ന് അവരെ കയറ്റി. അവരുടെ തമ്മിൽ തല്ലും കൊള്ളരുതായ്മയും ജനങ്ങളുടെ ഇടയിലുള്ള അവരുടെ സ്വന്തം ദൂർത്തടിക്കലും എല്ലാം അതിന്റെ ഒരു പരാജയമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം. 4ാം വാർഡിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളായാലും ഞാൻ ഇന്നു മുതൽ 28 വോട്ടിന് ജയിച്ച വരുന്ന തിരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നോടിയായി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, 4ാം വാർഡിലെ ജനങ്ങൾക്ക് മുഴുവൻ എല്ലാവിധ നന്ദിയും അകമഴിഞ്ഞ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 102 വോട്ട് ലഭിച്ച BJPയുടെ 40 കുറഞ്ഞത് ഇരുമുന്നണികളും ആരോപണമായി ഉന്നയിച്ചു. 4ാം വാർഡ് CPI അംഗമായിരുന്ന ജോർജ് തച്ചമ്പാറ രാജിവെച്ച ഒഴിവിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്.
പട്ടാമ്പിയിൽ ഭാരത് പുഴയ്ക്ക് കുറുകെയുള്ള പുതിയ പാലത്തിന് ടെൻഡർ ക്ഷണിച്ചു. 52,58,00,000 രൂപയ്ക്കാണ് ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത്. ഈ മാസം 26-നാണ് ടെൻഡർ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി. കിഫ്ബി, കേരള റോഡ് ഫണ്ട് ബോർഡ് തുടങ്ങിയ പാലത്തിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം മുഹമ്മദ് മുഹസിൻ MLA കിഫ്ബി ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിൽ പദ്ധതിയുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുകയും സാങ്കേതികാനുമതി ലഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് പാലം നിർമ്മാണത്തിന് ടെൻഡർ ക്ഷണിച്ചത്. 52,58,00,000 രൂപയ്ക്കാണ് ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത്. ഈ മാസം 26-നാണ് ടെൻഡർ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി. 50 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയിലുമാണ് പാലത്തിന്റെ നിർമ്മാണം. പ്രദേശവാസികൾക്ക് തൃപ്തികരമായ വിധത്തിൽ തന്നെ നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുത്ത് പദ്ധതി പൂർത്തീകരിക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. പട്ടാമ്പിയുടെ ചിരകാല സ്വപ്നമായിട്ടുള്ള പട്ടാമ്പി പാലം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ടെൻഡറിലേക്ക് പോവുകയാണെന്ന്. ഇന്ന് ഏറ്റവും സന്തോഷമുള്ള കാര്യം അതിൻ്റെ ടെൻഡർ നടപടി ആരംഭിച്ചു, അല്ലെങ്കിൽ ഇന്ന് ടെൻഡർ ചെയ്തു എന്നുള്ളതാണ്. 52,57,60,000 രൂപയാണ് അതിന് ചെലവ് വരുന്നത്, ടെൻഡറിലേക്ക് പോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്ഥലമേറ്റെടുപ്പ് നടപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. KRFBയുടെ ഉദ്യോഗസ്ഥരും കിഫ്ബിയും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സാങ്കേതിക തടസ്സങ്ങളെല്ലാം നീക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട മന്ത്രി മുഹമ്മദ് റിയാസ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. തൃത്താല MLA കൂടിയായിട്ടുള്ള മന്ത്രി MP രാജേഷ് അടക്കമുള്ളവർ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും പട്ടാമ്പി പാലം എന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ടെൻഡർ ചെയ്തു എന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത തന്നെയാണ് അറിയിക്കാനുള്ളത്. നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറിൽ യാത്രക്കാരിയുടെ മാല പൊട്ടിച്ച് മോഷ്ടാവ് ചാടി രക്ഷപ്പെട്ടു. നിലമ്പൂർ സ്വദേശിനി ഷാനിയുടെ 1 പവൻ വരുന്ന മാലയാണ് കവർന്നത്. യുവതിയുടെ പരാതിയിൽ ഷൊർണൂർ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ 11:15 ട്രെയിൻ കുലുക്കല്ലൂരിൽ എത്തിയപ്പോഴാണ് സംഭവം. തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അമ്മയെ കാണുന്നതിനായി നിലമ്പൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോകുകയായിരുന്നു ഷാനി. കുലുക്കല്ലൂർ എത്തിയപ്പോഴാണ് ഒരാൾ പിന്നിൽ നിന്ന് എത്തി കഴുത്തിലുള്ള 1 പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ചതെന്നാണ് യുവതി പറയുന്നത്. പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും മോഷ്ടാവ് ചാടി രക്ഷപ്പെടുകയായിരുന്നു. യുവതി ഷൊർണൂരിലെത്തി റെയിൽവേ പോലീസിൽ പരാതി നൽകി. യുവതി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർച്ച ചെയ്ത സംഭവത്തിലെ പ്രതികളെ വേഗത്തിൽ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ മർച്ചന്റ് അസോസിയേഷന്റെയും ഓൾ കേരള ഗോൾഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. പോലീസ് മേധാവികളും സഹപ്രവർത്തകരുമടക്കം 38 പേരെയാണ് അനുമോദിച്ചത്. ഈ ആദരവ് തങ്ങളുടെ സേവനത്തിന് വലിയ പ്രചോദനമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നവംബർ 21 രാത്രിയിലാണ് പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്നത്. കവർച്ച നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ കേസിലെ 4 പ്രതികളെ പോലീസ് പിടികൂടി. നഷ്ടപ്പെട്ട സ്വർണത്തിൽ ഏറിയൊരു ഭാഗം കണ്ടെത്തുകയും പിന്നീട് 11 പ്രതികളെയും കൂടിയും വേഗത്തിൽ പിടികൂടുകയും ചെയ്തു. പ്രതികളെ ദ്രുതഗതിയിൽ പിടികൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന പോലീസ് മേധാവികളെയും സഹപ്രവർത്തകരെയും പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന്റെയും ആൾ കേരള ഗോൾഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അനുമോദിച്ചു. പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ നടന്ന അനുമോദന ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു. എല്ലാ കച്ചവടക്കാർക്കും സമാധാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നത്. അത്രയും വലിയ ഒരു സാഹസമാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെരിന്തൽമണ്ണ പോലീസ് ബഹുമാനപ്പെട്ട DYSPയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു എന്ന് എല്ലാം നമുക്ക് മനസ്സിലായതാണ്. കാലത്ത് നമ്മളെല്ലാം ചെല്ലുമ്പോഴും അതിൽപ്പെട്ട 4 ആളുകളെ സ്റ്റേഷനുള്ളിൽ അകത്താക്കിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത, അത് വല്ലാത്തൊരു വാർത്ത തന്നെയായിരുന്നു, അത് പറയാതിരിക്കാൻ കഴിയും. ഏതായാലും അങ്ങനെ ഒരു സാഹസം നടത്തി ഈ കച്ചവടക്കാർക്ക് സമാധാനം നൽകി അതിൻ്റെ ഉടമസ്ഥനും ഭൂരിഭാഗം സ്വർണവും പിടിച്ചെടുത്ത് നൽകിയ ഒരു പോലീസിനെ ആദരിക്കുക എന്നുള്ളത് അങ്ങേയറ്റത്തെ ഉത്തരവാദിത്വമാണ്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു അനുമോദന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന്റെ നേതൃത്വത്തിലുള്ള സേനയാണ് കേസ് അന്വേഷിച്ച് പ്രതികളെ വേഗത്തിൽ പിടികൂടിയത്. ഡിവൈഎസ്പി ടി കെ ഷൈജു, പോലീസ് ഇൻസ്പെക്ടർമാരായ സുമേഷ് സുധാകരൻ, ദീപകുമാർ, സംഗീത് പുനത്തിൽ, ബിജു PR, സബ് ഇൻസ്പെക്ടർമാരായ എൻ റിഷാദ് അലി, ഷാവുൽ ഹമീദ്, CP സന്തോഷ്, ജയേഷ്, പ്രദീപ്, രാജശേഖരൻ, സജീഷ് തുടങ്ങിയ 38 സേനാംഗങ്ങളെയാണ് അനുമോദിച്ചത്. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ദൗത്യമായിരുന്നു ഇതെന്ന് ഡിവൈഎസ്പി ടി കെ ഷൈജു പറഞ്ഞു. വ്യക്തമായ അന്വേഷണത്തിലൂടെയും എല്ലാവരുടെയും കൃത്യമായ പ്രവർത്തനത്തിലൂടെയുമാണ് പ്രതികളെ പിടികൂടാനായത്. ശേഷിക്കുന്ന പ്രതികളെയും കൂടി പിടികൂടുമെന്ന് ഡിവൈഎസ്പി പറഞ്ഞു. 3-4 ടീമായിട്ടായിരുന്നു. അപ്പോൾ തന്നെ അടുത്ത ദിവസം തന്നെ SP ഒരു ടീമിനുണ്ടാക്കുന്നു ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് പല സ്ഥലങ്ങളിലേക്കും, അതും ഓരോ CIമാരുടെ നേതൃത്വത്തിൽ. അങ്ങനെ ഓരോ ടീമായിട്ട് 3-4 ടീമുകളായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ഏറ്റവും ഞങ്ങൾക്ക് കുറച്ച് ഈസി ആയത് അന്ന് രാത്രി തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, DIG എല്ലാ വാഹനങ്ങളും എല്ലാ ജില്ലയിലും വെഹിക്കിൾ ചെക്കിങ് അന്ന് രാത്രി ടൈറ്റാക്കി. എല്ലാ വാഹനങ്ങളും തന്നെ പിടിച്ച പ്രതികൾ പോലും പറഞ്ഞു. കാരണം എല്ലായിടത്തും വെഹിക്കിൾ ചെക്കിങ് ആയിരുന്നു. പ്രതികൾ മാത്രമല്ല, നമ്മുടെ പോലീസ് ഓഫീസേഴ്സും വന്നിവിടുന്ന് പലരും ബോർഡറിലൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ടീം പോകുമായിരുന്നു. അവരെ പോലും എല്ലായിടത്തും പാലക്കാടായാലും തൃശ്ശൂരായാലും ചെക്ക് ചെയ്യാതെ, പ്രത്യേകിച്ച് വൈറ്റ് കളറിലുള്ളൊരു വണ്ടി ചെക്ക് ചെയ്യാതെ പോയിട്ടില്ല. അപ്പം അത്രയും എല്ലാവരും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിരുന്നു അതിൽ. അപ്പോൾ അങ്ങനെ അന്ന് പുലർച്ചെ വാഹനം പിടിക്കുന്നു, അതിൽ നിന്ന് 4 ആളെ കിട്ടുന്നു. അതൊരു ലീഡായിരുന്നു ഞങ്ങൾക്ക്. അതിൽ നിന്ന് പോയിട്ടാണ് പിന്നീട് നമുക്ക് ബാക്കിയുള്ള ഡിറ്റക്ഷൻ ചലഞ്ചിങ് തന്നെയായിരുന്നു. എങ്കിൽ പോലും ദീപകുമാറിൻ്റെയൊക്കെ എന്താ പറയുക, ഒരു സംയോജിതമായ ഇടപെടലും ഇതിൽ റിക്കവറി കിട്ടാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ പോയിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ഇതിലുണ്ടായിരുന്ന എല്ലാവരും, ഈ ടീമിലുണ്ടായിരുന്ന എല്ലാവരും വളരെ ആക്റ്റീവായിട്ട്. വ്യാപാരികൾ നൽകിയ ഈ ആദരവ് തങ്ങളുടെ സേവനത്തിൽ ഏറ്റവും വലിയ പ്രചോദനമാകുമെന്നും ഡിവൈഎസ്പി കൂട്ടിച്ചേർത്തു. പെരിന്തൽമണ്ണ വ്യാപാര ഭവനിലാണ് അനുമോദന ചടങ്ങ് നടന്നത്. AKGSMA ജില്ലാ പ്രസിഡന്റ് ഏർബാദ് അസീസ്, ജനറൽ സെക്രട്ടറി AK അക്ബർ, മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CP മുഹമ്മദ് ഇക്ബാൽ, മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാംപുരം, ഐമു ഹാജി, കീഴ്ശ്ശേരി മുസ്തഫ, സെയ്ദ് അൽവി, ലത്തീഫ് ടാലന്റ്, ചമയം ബാപ്പു, ഷാലിമാർ ഷൗക്കത്ത്, ലിയ കത്തലിഖാൻ, വാര്യർ എസ്താസ്, KP ഉമ്മർ, ജമീല ഇസുദ്ദീൻ, ഗഫൂർ വള്ളൂരൻ, ഹാരിസ് ഇന്ത്യൻ, ഷൈജൽ ഒമർ ഷെരീഫ്, കാജ മൊഹീദ്ദീൻ, ഇബ്രാഹിം കാരയിൽ തുടങ്ങിയവർ സംസാരിച്ചു. CPIM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം ഡിസംബർ 13, 14, 15 തീയതികളിൽ പൂക്കോട്ടുകാവിൽ നടക്കും. സമ്മേളനത്തിന്റെ പതാക കൊടിമര ജാഥകൾ വ്യാഴാഴ്ച വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് 6-ന് പൂക്കോട്ടുകാവ് സ്കൂൾ പരിസരത്ത് സംഗമിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പകൽ 2-ന് കുറുവട്ടൂരിലെ V ഗംഗാധരൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ഏരിയ കമ്മിറ്റി അംഗം K ശ്രീധരൻ ക്യാപ്റ്റനായുള്ള പതാക ജാഥ ഏരിയ സെക്രട്ടറി P അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്യും. കോട്ടപ്പുറത്തുള്ള K കുഞ്ഞുണ്ണി സ്മൃതി മണ്ഡപത്തിൽ നിന്നും ഏരിയ കമ്മിറ്റി അംഗം M മോഹനൻ ക്യാപ്റ്റനായുള്ള കൊടിമര ജാഥ ജില്ലാ കമ്മിറ്റി അംഗം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് 6-ന് പൂക്കോട്ടുകാവ് സ്കൂൾ പരിസരത്ത് പതാക കൊടിമര ജാഥകൾ സംഗമിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം K സലീഹ പതാകയും കൊടിമരവും ഏറ്റുവാങ്ങും. സംഘാടക സമിതി ചെയർമാൻ K ജയദേവൻ പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തും. വെള്ളിയാഴ്ച രാവിലെ 10-ന് സൗമ്യ കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കമ്മിറ്റി അംഗം K സലീഹ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ A പ്രഭാകരൻ MLA, S അജയ്കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം K പ്രേംകുമാർ MLA എന്നിവർ പങ്കെടുക്കും. 120 സമ്മേളന പ്രതിനിധികളും 18 ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 138 പേർ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3-ന് ആലംകുളത്ത് നിന്നും 800-ലധികം റെഡ് വളണ്ടിയർമാർ പങ്കെടുക്കുന്ന മാർച്ചും പൂക്കോട്ടുകാവ് ലോക്കൽ കേന്ദ്രീകരിച്ചുള്ള ബഹുജന പ്രകടനവും നടക്കും. വൈകിട്ട് 5-ന് പൂക്കോട്ടുകാവ് സ്കൂളിന് സമീപമുള്ള ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നാടിന്റെ പൊതുവായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന, എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പരിശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് CPIM അതിന്റെ സമ്മേളനങ്ങളെയും അനുബന്ധ പ്രവർത്തനങ്ങളെയും ഒക്കെ കാണുന്നത്. ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയിട്ട് മാധ്യമങ്ങളും വാർത്തയാക്കുന്ന ഒരു കാര്യം, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഫൈനൽ ഇയറിൽ പഠിക്കുന്ന കുട്ടികൾ വെള്ളത്തിൽ പെട്ട് മരണപ്പെട്ടത്. കരിമ്പുഴ പുഴയിൽ 300ഓളം വരുന്ന കുട്ടികൾക്ക് ഒരു പ്രസ്ഥാനം അതിന്റെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സൗജന്യമായി നീന്തൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു നാടിന്റെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളെ, ഭാവിയെ കരുപ്പിടിപ്പിക്കുന്നതിലൊക്കെ വളരെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഒരു പാർട്ടി ഇടപെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒന്നും എടുത്തു പറയാനുള്ള കാരണം ഇതാണ്. അതുപോലെ തന്നെ നടത്തിയിട്ടുള്ള അനുബന്ധ പരിപാടിയായിട്ടുള്ള ഹാപ്പിനെസ് ഫസ്റ്റ്, ആ നിലയിലൊക്കെ
ഈ സമ്മേളനം പൂക്കോട്ടുകാവിൽ നടക്കുന്ന പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ഏരിയ സമ്മേളനത്തെ വ്യത്യസ്തമാക്കാൻ, സർഗാത്മകമാക്കാൻ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉത്സവമാക്കാൻ, പാർട്ടി സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരും പ്രവർത്തിക്കുന്നവരൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ വരിക. ഹാപ്പിനെസ് ഫെസ്റ്റ് പോലെയുള്ള നീന്തൽ പരിപാടി പോലെയുള്ള പ്രവർത്തനങ്ങളിൽ CPIM-ന് അപ്പുറത്തുള്ള ഒട്ടേറെ സാമൂഹ്യ ജനവിഭാഗങ്ങളെ ആകർഷിക്കാനും അവരെയെല്ലാം പങ്കെടുപ്പിക്കാനും എല്ലാ വിഭാഗം മനുഷ്യരുടെയും മനസ്സിലേക്ക് സമ്മേളനത്തിന്റെ സന്ദേശം എത്തിക്കാനും കഴിഞ്ഞു എന്ന ഒരു പോസിറ്റീവ് കൂടി യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ കാണേണ്ടതുണ്ട് എന്ന് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കുകയാണ്. ഇതാണ് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാം. നമ്മുടെ ഒരു സാധാരണ സമ്മേളനങ്ങൾ പോലെ തന്നെ പ്രതിനിധി സമ്മേളനം, ഇവിടെ ഒരു വ്യത്യസ്തത, പൊതുസമ്മേളനം 3-ാം ദിവസമാണെന്നാണ്. സാധാരണ പ്രതിനിധി സമ്മേളനത്തിന്റെ തൊട്ട് പിറ്റേ ദിവസമാണ് പൊതുസമ്മേളനം നടക്കാറുള്ളത്. ഞായറാഴ്ചയാണ് പൊതുസമ്മേളനം എന്നൊരു പ്രത്യേകതയുണ്ട്. 3 ദിവസം സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം പൊതുസമ്മേളനമായിട്ട് വരികയാണ്. 12-ാം തീയതി പതാക കൊടിമല ജാഥയാണ്. അപ്പൊ ഇവിടെ പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാം സുപരിചിതനായിട്ടുള്ള നമ്മുടെ ഗംഗാധരേട്ടന്റെ നാമധേയത്തിലുള്ള നഗരം നിന്നാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തുളുമ്പി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് അവിടെ നിന്നാണ് നമ്മുടെ പതാക ജാഥ ആരംഭിക്കുന്നത്. കോട്ടപ്പുറത്ത് കരിമ്പുഴയിലെ കുന്നക്കാട് പാർട്ടിയുടെ ചീഫ് സെക്രട്ടറി, നേരത്തെ ഏരിയ കമ്മിറ്റി അംഗം ഒക്കെ ആയിരുന്ന സിതാവ് കുഞ്ഞുണ്ണേട്ടന്റെ നഗറിൽ നിന്നാണ് കൊടിമല ജാഥയിൽ വരുന്നത്. അപ്പൊ ആ നിലയിൽ നമ്മുടെ ശ്രീകൃഷ്ണപുരം സമ്മേളനം നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളെയും പൊതുവിൽ പങ്കെടുപ്പിക്കുന്ന, പരിഗണിക്കുന്ന, എല്ലാവരിലേക്കും സമ്മേളനത്തിന്റെ സന്ദേശം എത്തിക്കുന്ന ഒന്നായി മാറുകയാണ്. സമ്മേളനം നടക്കുന്നത് സൗമ്യ കല്യാണ മണ്ഡലത്തിൽ പ്രത്യേകമായി സജ്ജമാക്കുന്ന പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി വി ഗംഗാധരേട്ടന്റെ നാമധേയത്തിലുള്ള നഗരിലാണ് ഡിസംബർ 13-14 തീയതികളിലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രനാണ്. സമ്മേളനത്തില് KS അലിഗ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീകൃഷ്ണത്തെ പാർട്ടി പ്രവർത്തന ശാഖയിൽ നിൽക്കുന്ന നേതാവ്, അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള A പ്രഭാകരൻ MLA, S അജയ്കുമാർ, അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണപുരത്തെ ഒറ്റപ്പാലത്തിന്റെ MLA കൂടിയായിട്ടുള്ള പാർട്ടി ജില്ലാ കമ്മിറ്റി K ജയകുമാറെല്ലാം പൂർണ്ണമായിട്ട് ജില്ലാ നേതൃത്വത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സമ്മേളനത്തിൽ അത്യാവസാനം പങ്കെടുക്കും. സമ്മേളനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് 15-ാം തീയതിയാണ് റെഡ് വളണ്ടിയർ മാർച്ചും അതുപോലെ തന്നെ പൊതു സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. റെഡ് വളണ്ടിയർ മാർച്ച് ഏരിയയിലെ 9 ലോക്കൽ കമ്മിറ്റികളിലായി തെരഞ്ഞെടുക്കപ്പെട്ട ചുവപ്പ് വളണ്ടിയർമാർ, ഏതാണ്ട് 800-ലധികം വളണ്ടിയർമാർ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ആ രീതിയിൽ ആലുംകുളത്ത് നിന്ന് കോട്ടുകാവ് സ്കൂൾ പരിസരത്തുള്ള സജ്ജമാക്കുന്ന സീതാറാം യെച്ചൂരി നഗറിലേക്ക് നമ്മൾ വളണ്ടിയർ മാർച്ച്, അതിന് പുറകിൽ പൂക്കോട്ടൂർ ലോക്കൽ പ്രദേശത്തെ മാത്രം പൊതുജനങ്ങൾ പങ്കെടുക്കുന്ന, കാരണം ഏരിയ ഒട്ടാകെ കേന്ദ്രീകരിക്കേണ്ട ഒരു ലോക്കൽ പ്രദേശത്തെ മാത്രം ജനങ്ങൾ കേന്ദ്രീകരിക്കുന്ന രീതിയിലുള്ള പ്രകടനവുമാണ് ചെയ്തിട്ടുള്ളത്. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള KK ശൈലജ ടീച്ചറാണ്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി കൺവീനർ P. അരവിന്ദാക്ഷൻ, ചെയർമാൻ K. ജയദേവൻ, ജില്ലാ കമ്മിറ്റി അംഗം K. പ്രേംകുമാർ MLA, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K. ശ്രീധരൻ, M. മോഹനൻ എന്നിവർ സംസാരിച്ചു. കൊപ്പം പഞ്ചായത്തിൽ ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് മദ്യപിച്ചെത്തിയവരെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടതായും പഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരത്തിനിടെ കഴിഞ്ഞ ദിവസം കയ്യാങ്കളി നടക്കുകയും സംഘാടക സമിതിയിലെ ഒരാൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ 3 പേർക്കെതിരെ കൊപ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ കൊപ്പം പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തിയത്. ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളല്ല സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തിയതെന്നും നല്ല നിലയിൽ നടന്നു വന്നിരുന്ന മത്സരം തടസ്സപ്പെടുത്താൻ ചില മദ്യപന്മാർ എത്തിയതാണ് കയ്യാങ്കളിയിലേക്ക് വഴിവെച്ചതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെയാണ് നമ്മൾ വിജയികളെ തീരുമാനിക്കാൻ ശ്രമിച്ചത്. പെനാൽറ്റി നടക്കുന്നതിൻ്റെ ഇടയിൽ കാണികളെ ഗ്രൗണ്ട് ആകെ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ ആവേശത്തോടു കൂടി ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ അവരെയൊക്കെ ഞങ്ങൾ സംയമനത്തോടു കൂടി പോലീസിൻ്റെ ഒന്നും സഹായം ഇല്ലാതെ തന്നെ അവരെ നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. ചെറിയ ഒരു ആവേശത്തിരക്ക് മാത്രമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അതിനിടയ്ക്കാണ് ഈ തിരക്കിനിടയ്ക്കാണ് ഈ പന്ത്, ഗ്രൗണ്ടിലുണ്ടായിരുന്ന പന്ത് ഒരു മദ്യപിച്ച് വളരെ മോശമായ ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു വിദ്വാൻ ഈ പന്ത് എടുത്തുകൊണ്ട് പോവുകയാണ്.
അപ്പോൾ സംഘാടക സമിതി അംഗമായ സജിൻദാസ് ആ പന്ത് ഇയാളെ നിന്ന് വാങ്ങി വെച്ചപ്പോൾ ഇയാൾക്കെതിരെ വളരെ അസഭ്യവർഷം, കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള അസഭ്യവർഷം പറഞ്ഞുകൊണ്ട് തട്ടിപ്പറിക്കാൻ വന്നപ്പോൾ അങ്ങനെ ഇയാളെ ഉപദ്രവിക്കുകയാണ്, ഈ സംഘാടക സമിതി അംഗത്തെ. അതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അയാളെ തള്ളി മാറ്റി. അതിൻ്റെ ഭാഗമായി അയാളുടെ ജ്യേഷ്ഠൻ്റെ മകൻ ഉൾപ്പെടെ വലിയ ഈ കയ്യിലിടുന്ന മാരകമായ ആയുധങ്ങളുമായി വന്ന് ഈ സംഘാടക സമിതി അംഗത്തെ മാരകമായി കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ ചെന്ന് തടുത്തു. പക്ഷേ ആ സമയം കൊണ്ട് ഇയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഈ ഫുട്ബോൾ മത്സരവുമായും യാതൊരുവിധ കച്ചറയോ പ്രശ്നങ്ങളോ ഇല്ലാതെ നല്ല രീതിയിലാണ് അവസാനിപ്പിച്ചത്. ഇത്തരത്തിലുള്ള ലഹരിക്കടിമപ്പെട്ട ചില സാമൂഹ്യ ദ്രോഹികൾ ആണ് അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാൻ ശ്രമം നടത്തിയത്. നമ്മൾ ഈ പരിക്ക് പറ്റിയ സംഘാടക സമിതി അംഗത്തെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുകയും അനന്തര ചികിത്സകളൊക്കെ നടത്തി വരികയാണ്. അതിൻ്റെ മൂക്കിനും അതുപോലെ തന്നെ പല്ലിനൊക്കെ വലിയ പരിക്ക് പറ്റി അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ ആഘോഷവേളകൾക്ക് തടസ്സമാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ നടത്താനാണ് തീരുമാനം. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുമെന്നും പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പഞ്ചായത്തിൽ മികച്ച നിലയിലാണ് കേരളോത്സവം നടക്കുന്നത്. യുവജനങ്ങളുടെ വലിയ പങ്കാളിത്തം തന്നെയാണ് ഉള്ളത്. ഇതെല്ലാം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അനുവദിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രചാരണങ്ങൾ തള്ളിക്കളയണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റിന് പുറമെ വൈസ് പ്രസിഡന്റ് കെ ബീന, സ്ഥിരം സമിതി അധ്യക്ഷ ടി വി വത്സല, പഞ്ചായത്ത് അംഗം കെ വേലായുധൻ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. പുനർജന്മ പുണ്യം തേടി നൂറുകണക്കിന് ഭക്തർ തിരുവില്ലുവാമല പുനർജനി ഗുഹ നൂണു. വൻ ഭക്തജന തിരക്കാണ് ഇത്തവണയും അനുഭവപ്പെട്ടത്. പാപമോക്ഷം ലഭിക്കാനായി തിരുവില്ലാമലയിലെ പുനർജനി നൂഴാൻ എത്തിയത് നൂറുകണക്കിന് ഭക്തർ. ഗുരുവായൂർ ഏകാദശി നാളിൽ വൃശ്ചികത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസം നടക്കുന്ന പുനർജനി നൂഴൽ ചടങ്ങ് ചരിത്രപ്രസിദ്ധമാണ്. പുലർച്ചെ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രം മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ ഗുഹാമുഖത്തെത്തി പൂജ നടത്തിയതിനു ശേഷമാണ് ഗുഹനൂഴൽ നടന്നത്. ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്ററോളം കിഴക്കുമാറിയാണ് അത്ഭുതമായ പുനർജനി ഗുഹ സ്ഥിതി ചെയ്യുന്നത്. വൻ ഭക്തജന തിരക്കാണ് ഈ വർഷവും അനുഭവപ്പെട്ടത്. നൂറുകണക്കിന് ഭക്തർ പുനർജന്മ പുണ്യം തേടി പുനർജനി ഗുഹ നൂണു. തിരക്ക് നിയന്ത്രിക്കാൻ പുനർജനി ഗുഹ നൂഴാൻ എത്തുന്നവർക്ക് ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. കൂടാതെ ക്ഷേത്രത്തിൽ രാവിലെ മേളത്തോടുകൂടിയ ശീവേലിയും ഗുഹാമുഖത്തെത്തുന്ന ഭക്തജനങ്ങൾക്കും മറ്റും ദേവസ്വം ബോർഡും സേവാഭാരതിയും ലഘുഭക്ഷണം കുടിവെള്ളവും ഒരുക്കി. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെയും നിരീക്ഷണവും സ്ഥലത്തുണ്ട്. എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം ലഭിക്കുന്നുണ്ടെന്ന് ദേവസ്വം സ്റ്റാഫ് പി രഞ്ജിത്ത് പറഞ്ഞു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ശ്രീ വില്ലായനാഥ ക്ഷേത്രത്തിലെ പുനർജനി ഗുഹ എന്നത് കുറേ ഭക്തജനങ്ങൾ എല്ലാ കൊല്ലവും നൂടാൻ വരുന്നുണ്ട്. ഇക്കൊല്ലവും 10,000 അധികം ആളുകൾ നൂടാൻ എത്തിയിട്ടുണ്ട്. ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് എല്ലാവിധ ഭക്തജനങ്ങളുടെയും സഹകരണം ദേവസ്വം ബോർഡിനും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭംഗിയായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ജെൻഡർ ബജറ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി വിഷയാധിഷ്ഠിത ഗ്രൂപ്പ് ചർച്ചകൾ ആരംഭിച്ചു. പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ 2 ദിവസമായി നടക്കുന്ന ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. യോഗം നമ്മൾ വിളിച്ചു ചേർത്തത് നിലവിൽ നമുക്ക് ഈ ബഡ്ജറ്റ് എന്താണെന്ന് പോലും നമുക്ക് അറിയില്ല. അങ്ങനെയാണ് നമ്മൾ ഈ വർക്കിംഗ് ഗ്രൂപ്പ് വിളിച്ചിട്ടുള്ളത്. അവർക്ക് കൂടി വിശദീകരിച്ചു കൊടുത്തുകൊണ്ടുള്ള
കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അവരിൽ നിന്നും വരുന്ന ചർച്ചകളിൽ കൂടി വരുന്ന അഭിപ്രായങ്ങൾ കൂട്ടി യോജിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഉണ്ടാക്കേണ്ടത്. ഈ പദ്ധതി ഉണ്ടാക്കുമ്പോൾ നമുക്കും ഒരു മാതൃകയായിട്ട് ഒരു പദ്ധതി വേറെ എവിടെയും കേരളത്തിൽ നടത്തിയിട്ടില്ല, എവിടെയും നടത്തിയിട്ടില്ല. ഇത് ആദ്യം നടപ്പാക്കേണ്ടത് നമ്മളാണ്. ശ്രീകൃഷ്ണപുരത്തായിരിക്കണം നമ്മൾ അതിൻ്റെ മാതൃക എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആസൂത്രണവും നടത്തിപ്പും നമ്മൾ തന്നെയാണ്. വേറെ ഒന്നും എടുത്തിട്ട് നമ്മൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമുക്ക് കഴിയില്ല. കാരണം ഇല്ല ആ സാധനം. അതെല്ലാം തന്നെ നമ്മുടെ സാറ് ഇവിടെ വിശദീകരിക്കും. അപ്പോൾ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു വിഷയമായി എടുത്തുകൊണ്ടാണ് നമ്മൾ കില റിസോഴ്സ് പേഴ്സൺ TM ഷിഹാബ് വിഷയാവതരണം നടത്തി. 2025-26 വാർഷിക ബജറ്റ് ജെൻഡർ സൗഹൃദ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുന്നതിനാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. 13 വിഷയങ്ങളാക്കി തിരിച്ച് ഓരോ മേഖലകളിലെയും നിലവിലെ സ്ഥിതിയുടെ അവലോകനം, നിലനിൽക്കുന്ന വെല്ലുവിളികൾ, പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവയെ എങ്ങനെ ജെൻഡർ സൗഹൃദ കാഴ്ചപ്പാടോടെ സമീപിക്കാം എന്നതിൻ്റെ സാധ്യതകളാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ മുഖേന പരിശോധിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C. ഹരിദാസൻ അധ്യക്ഷനായി, M. ഗിരിജ, ഗ്രാമപഞ്ചായത്ത് അംഗം MK ദ്വാരകാനാഥൻ, ICDS സൂപ്പർവൈസർ ജിസ AS എന്നിവർ സംസാരിച്ചു. അമ്പലപ്പാറ മേലൂർ റോഡിൽ വനിതാ വ്യവസായ കേന്ദ്രത്തിൽ സ്ഥാപിച്ച ജലസംഭരണി മരം വീണ് തകർന്ന നിലയിൽ. അറവക്കാട് അങ്കണവാടി കോമ്പൗണ്ടിലുള്ള കെട്ടിടത്തിന്റെ ശൗചാലയത്തിന് മുകളിൽ വെച്ചിരുന്ന സംഭരണിയാണ് പൂർണ്ണമായി തകർന്നത്. കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നവർക്കും അങ്കണവാടിയിലെ കുട്ടികളടക്കമുള്ളവർക്കും ശൗചാലയമടക്കമുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സ്ഥാപിച്ച സംഭരണിയാണിത്. ഇവിടെ വെള്ളമില്ലാത്തതിനാൽ അങ്കണവാടിയിലെ ആവശ്യങ്ങൾക്ക് സ്ഥാപിച്ച സംഭരണിയിൽ നിന്നാണ് ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ചുറ്റുമതിലിന് സമീപം നിൽക്കുന്ന മരം കടപുഴകി വീണാണ് സംഭരണി നാശമായിട്ടുള്ളത്. മരം വീണ ഉടൻ തന്നെ മുറിച്ചു മാറ്റാത്തതിനാൽ സംഭരണി തുളച്ച് മരം വളർന്ന നിലയിലാണ്. ജില്ലാ പഞ്ചായത്തിന്റെ 2001-2 വർഷത്തെ ജനകീയ ആസൂത്രണ ഫണ്ട് വിനിയോഗിച്ച് 2004 സ്ഥാപിച്ച വ്യവസായ യൂണിറ്റാണിത്. സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്നതിനായി സംരംഭങ്ങൾ തുടങ്ങാൻ സഹായം എന്ന നിലയ്ക്ക് നിർമ്മിച്ച കെട്ടിടത്തിൽ തുന്നൽ കേന്ദ്രം അടക്കം 1-2 സംരംഭങ്ങളെ പ്രവർത്തിക്കുന്നുള്ളൂ. കരിമ്പുഴ പഞ്ചായത്തിലെ വയോജന പാർക്ക് K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാർക്ക് ഒരുക്കിയത്. മഹാഭൂരിപക്ഷം മനുഷ്യരും 50 വയസ്സെത്തുന്നതിന് മുമ്പ് മരിച്ചു പോകുന്ന നാടായിരുന്നു നമ്മുടെ കേരളം. അപൂർവ ആള് 90 വയസ്സ് വരെ ഇരുന്നില്ല എന്നല്ല അർത്ഥം. ഭൂരിപക്ഷം മനുഷ്യരുടെയും ആയുസ് 50 വയസ്സിൽ താഴെയാണ്. ഇന്ന് ഇന്ത്യയിൽ ശരാശരി മനുഷ്യന്റെ ആയുർദൈർഘ്യം അതിനേക്കാൾ 5 വയസ്സ് 6 വയസ്സ് കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ. ഇന്ത്യയുടെ ശരാശരി ആയുർദൈർഘ്യം 70 വയസ്സാണെങ്കിൽ കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം 75-76 വയസ്സായി. ഇന്ത്യയിൽ എവിടെ ജീവിക്കുന്നതിനേക്കാളും 5, 6, 10 വർഷം കേരളത്തിന്റെ മണ്ണിൽ ജനിക്കുന്ന ജീവിക്കുന്ന മനുഷ്യന് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ നാട്, നമ്മുടെ സമൂഹം മാറി. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സംയുക്ത പദ്ധതിയിൽ 7 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ചടങ്ങിൽ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം K. ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ VK രാധിക, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T. ഷീജ, ഷീബ പാട്ടത്തൊടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉമ്മർ കുന്നത്ത്, M. മോഹനൻ, P. അശോകൻ, ഗോവിന്ദൻകുട്ടി, K. മണികണ്ഠൻ, ഗീത തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയിൽ കരിങ്കല്ലത്താണി തൊടുകാപ്പ് പള്ളിക്ക് സമീപം ഉണങ്ങിയ മരം യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. തലയ്ക്ക് മുകളിൽ അപകടം പതിയിരിക്കുന്നതറിയാതെയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മരത്തിന് സമീപത്ത് വാഹനങ്ങൾ കാത്തുനിൽക്കുന്നത്. വിഷയം ദേശീയപാത അധികൃതരെ അറിയിച്ചിട്ടും നടപടിയില്ലെന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. പൂർണ്ണമായും ഉണങ്ങിയതോടെ ചിതൽ കയറിയ മരത്തിന്റെ കൊമ്പുകൾ പാതയിലേക്ക് വീഴാറുണ്ട്. ചുറ്റിപ്പടർന്നുള്ള വള്ളിപ്പടർപ്പുകളുടെ ബലത്തിലാണ് മരം പൂർണ്ണമായും വീഴാതെ നിൽക്കുന്നത്. തലയ്ക്ക് മുകളിൽ അപകടം പതിയിരിക്കുന്നതറിയാതെ നിരവധി വിദ്യാർത്ഥികൾ സമീപത്ത് സ്കൂൾ വാഹനങ്ങൾ കാത്തുനിൽക്കുന്നത് കാണാം. വാഹനങ്ങൾ വേഗത്തിൽ കടന്നു പോകുമ്പോൾ മരം വശങ്ങളിലേക്ക് ചായാറുണ്ടെന്ന് സമീപവാസികൾ പറഞ്ഞു. വലിയ അപകടം വരുത്തിവെക്കാവുന്ന മരം അടിയന്തരമായി മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അധികൃതരെ മാസങ്ങൾക്ക് മുന്നേ സമീപിച്ചിരുന്നു. എന്നാൽ ഒരു നടപടിയും വകുപ്പ് സ്വീകരിച്ചില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു.
ഏറ്റവും അടിയന്തരമായി ആ മരം മുറിച്ചു മാറ്റി അപകടാവസ്ഥ ഒഴിവാക്കിയില്ലെങ്കിൽ വരാനിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും. ഇത്തരം പരാതികൾ നൽകുമ്പോൾ അതിനെ സത്വരമായ നടപടി സ്വീകരിക്കാൻ പലപ്പോഴും അധികൃതർ മടി കാണിക്കുകയോ അല്ലെങ്കിൽ അലംഭാവം കാണിക്കുകയോ ചെയ്യുന്നത് ഒരു പതിവാണ്. അത്തരത്തിൽ അവരുടെ അലംഭാവം മൂലം വലിയ ദുരന്തങ്ങൾ സ്വാഭാവികമായിട്ടും പല മേഖലകളിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു വിഷയവും വളരെ ഗൗരവത്തോടു കൂടി അധികൃതർ അതുമായി മരം മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം ഉടൻ ഉണ്ടാക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. പണിയെടുക്കാതെ മരം പാതയിലേക്ക് വീഴാൻ കാത്തിരിക്കുകയാണ് അധികൃതർ. കരിങ്കല്ലത്താണി തൊടുകാപ്പ് ഇക്കോ ടൂറിസം പരിസരത്ത് മാലിന്യം തള്ളൽ തടയാൻ ശാശ്വത പരിഹാരമായില്ല. തള്ളുന്ന മാലിന്യങ്ങൾ കത്തിച്ചു കളയുകയോ പെറുക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന കരിങ്കല്ലത്താണി തൊടുകാപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ഒരു വശത്താണ് മാലിന്യം തള്ളൽ പതിവായി നടക്കുന്നത്. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ ഗ്രാമപഞ്ചായത്ത് നീക്കം ചെയ്യാറാണ് പതിവ്. തെർമോകോൾ, പ്ലേറ്റുകൾ, കുട്ടികളിൽ ഉപയോഗിച്ച് തള്ളുന്ന ഡയപ്പറുകൾ തുടങ്ങിയവയാണ് കൂടുതൽ. കാലങ്ങളായി തൊടുകാപ്പിന്റെ ശാപമാണ് മാലിന്യം. മാലിന്യം നീക്കുകയല്ലാതെ ഈ വിഷയത്തെ തടയാനുള്ള ഫലവത്തായ മാർഗങ്ങൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ ആരും തയ്യാറാവുന്നില്ല. മുക്കിലും മൂലയിലും വരെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് ഈ ടൂറിസം കേന്ദ്രത്തിനു പരിസരത്ത് ക്യാമറ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ സമയം ചിലവിടാനായി എത്തുന്ന സ്ഥലം കൂടിയാണ് തൊടുകാപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രം. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് എടത്തനാട്ടുകര മേഖലാ കമ്മിറ്റി കോട്ടപ്പള്ള ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ടൗൺ ചുറ്റി പ്രകടനം നടത്തിയ ശേഷം കോട്ടപ്പള്ള സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് പി ഷാൻവാസ് അധ്യക്ഷനായി. ജില്ലാ പ്രവർത്തക സമിതി അംഗം MPA ബക്കർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് KT ഹംസപ്പ, മേഖലാ ഭാരവാഹികളായ P അൻവർ സാദത്ത്, TP മൻസൂർ, അക്ബർ അലി പറോക്കോട്ട്, M അബ്ദു തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തിന് കറണ്ട് ബിൽ വർദ്ധിപ്പിക്കരുത്. ഒരു ഉപഭോഗ സംസ്ഥാനമായ കേരളത്തിലെ മലയാളിക്ക് ഇനി അത് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കറണ്ട് ബില്ല് വർദ്ധിപ്പിക്കരുത് എന്ന് പറഞ്ഞൊരു ധാരണ ഞങ്ങള് ഉണ്ടാക്കി. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ധാരണ പൊളിച്ചു. ആ ധാരണ പൊളിച്ച് അതിന്റെ ഫലമായി കൊണ്ടാണ് തോന്നുന്നത് പോലെ കെടുകാര്യസ്ഥതയുടെ കൂത്തരങ്കായ KSEB ആ ബോർഡ് കെടുകാര്യസ്ഥതയുടെ കൂത്തരങ്കാണ്. ആ ബോർഡ് ഇങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ കറണ്ട് ബില്ല് വർദ്ധിപ്പിക്കാൻ ഇങ്ങനെ ബോർഡിന് ഏത് തോന്നിവാസ സമയത്തും തോന്നിവാസം പോലെ കറണ്ട് ബില്ല് വർദ്ധിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റ്. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. വർണ്ണാഭമായ കാഴ്ചശീവേലിയോടെ മണ്ണാർക്കാട് പെരുമ്പടാരി ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഏകാദശി ഉത്സവം ആഘോഷിച്ചു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന കാഴ്ചശീവേലിക്ക് നൂറുകണക്കിന് ഉത്സവപ്രേമികളാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിയത്. ബുധനാഴ്ച രാവിലെ മുതൽ ക്ഷേത്രത്തിലേക്ക് വിശ്വാസികളുടെ അണമുറിയാത്ത ഒഴുക്കായിരുന്നു. സമീപത്തെ തട്ടകങ്ങളിൽ നിന്ന് പോലും സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള ഭക്തർ തൊഴാനെത്തി. രാവിലെ ഭജന, തുടർന്ന് ഉച്ചവരെ ശീവേലി എഴുന്നള്ളിപ്പ്, ഓട്ടംതുള്ളൽ എന്നിവ നടന്നു. 3 മണിക്ക് ആരംഭിച്ച കാഴ്ച ശീവേലി വൈകിട്ട് വരെ നീണ്ടു. തുടർന്ന് നാഗസ്വരം കച്ചേരി, ഇരട്ട തായമ്പക എന്നിവയും നടന്നു. വ്യാഴാഴ്ച നടക്കുന്ന ദ്വാദശി നമസ്കാരത്തോടെ ഉത്സവം സമാപിക്കും. പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും ഏകാദശി ദിനം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു.
ദർശനത്തിനും പ്രസാദവൂട്ടിലുമായി നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും വിപുലമായ പരിപാടികൾ നടന്നു. രാവിലെ ക്ഷേത്രത്തിൽ കളഭാഭിഷേകം, ശാസ്ത്രനാമ പുഷ്പാഞ്ജലി എന്നിവ ഉണ്ടായി. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്ര ദർശനത്തിനായി എത്തിയത്. ക്ഷേത്ര തിരുനടയിൽ അഖണ്ഡനാമജപ നൃത്തയജ്ഞവും അരങ്ങേറി. ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. വൈകിട്ട് ഏകാദശി സന്ധ്യാദീപ സമർപ്പണം, വിശേഷ നെയ്ദീപ സമർപ്പണം, നാദസ്വരം, കഥാപ്രസംഗം എന്നിവയും ഉണ്ടായിരുന്നു. തുവ്വൂർ ദേശവിളക്ക് സംഘം അയ്യപ്പൻ വിളക്ക് മഹോത്സവം നടത്തി. ഇതിന്റെ ഭാഗമായി വേട്ടേക്കരൻ ക്ഷേത്ര തിരുമുറ്റത്ത് നിന്ന് ടൗൺ മൈതാനത്തിലേക്ക് നടന്ന പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. തുവ്വൂർ ദേശവിളക്ക് സംഘത്തിന്റെ അയ്യപ്പൻ വിളക്ക് മഹോത്സവമാണ് വിവിധ ചടങ്ങുകളോടെ നടന്നത്. ജനകീയ കൂട്ടായ്മയുടെ സഹകരണത്തോടെ നടത്തിയ ആഘോഷങ്ങളിൽ ഇത്തവണയും മികച്ച പങ്കാളിത്തമാണ് ഉണ്ടായത്. ബുധനാഴ്ച രാവിലെ കൊടിവെപ്പ്, കൊട്ടിയറിയിക്കൽ, ഉച്ചപൂജ, തായമ്പക, മാരിയമ്മൻ കോവിലിൽ എടത്തനാട്ടുകര കൈലാസനാഥൻ എന്ന ഗജവീരന് സ്വീകരണം, വൈകിട്ട് 4-ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ശിങ്കാരിമേളത്തിന്റെയും ഗജവീരന്റെയും നാസിക് ഡോളിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ ടൗൺ മൈതാനത്തേക്ക് നടന്ന എഴുന്നള്ളിപ്പിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. ചെറുപ്പശ്ശേരി നഗരസഭയും ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് NSS യൂണിറ്റും സംയുക്തമായി തയ്യാറാക്കിയ സ്വച്ഛ് സർവേക്ഷൺ ചുമർ ചിത്രം ഉദ്ഘാടനവും അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനാചരണവും ശ്രദ്ധേയമായി. മനുഷ്യാവകാശ പ്രതിജ്ഞയും ചൊല്ലി. സ്വച്ഛ് സർവേക്ഷൺ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയും ഐഡിയൽ കോളേജ് NSS യൂണിറ്റും നഗരസഭയുടെ മതിലിൽ ശുചിത്വ ബോധവൽക്കരണ ചിത്രങ്ങളും സന്ദേശങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ചുമർ ചിത്രം നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഐഡിയൽ കോളേജിലെ വിദ്യാർത്ഥികളെ നടത്തിയിട്ടുണ്ടായി. ഈ വർഷം നഗരസഭയുടെ മുൻവശത്തുള്ള മതില് പെയിന്റ് അടിച്ചുകൊണ്ട് മാലിന്യമുക്ത സന്ദേശങ്ങൾ നൽകുന്ന പ്രവർത്തനമാണ് അവർ ഏറ്റെടുത്തത്. വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ്. ഒരു സ്ഥാപനം കൂടി മാലിന്യമുക്തമാക്കുന്ന പരിപാടി അടുത്ത ദിവസം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ചെറുപ്പശ്ശേരിയെ കേരളത്തെ മാലിന്യമുക്തമാക്കുമ്പോൾ ആ രംഗത്തെ ഏറ്റവും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കമലം അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സൈനുൽ ആബിദീൻ വിശിഷ്ടാതിഥിയായി. നഗരസഭാ സെക്രട്ടറി പ്രിയ, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VT സാദിഖ് ഹുസൈൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഷമീജ്, കൗൺസിലർ നൌഷാദ്, ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ നിബ, NSS വളണ്ടിയേഴ്സ് എന്നിവർ സംബന്ധിച്ചു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രതിജ്ഞ അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് ചൊല്ലി നൽകി. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മനോജ് കുമാർ, NSS പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് റഫീഖ് എന്നിവരും സംസാരിച്ചു. അന്താരാഷ്ട്ര ഉടമ്പടികളിലൂടെയും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വിശ്വസ്തതയും ഈ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇനി വാണിജ്യ വാർത്തകൾ.
നേത്രചികിത്സാ രംഗത്ത് 21 വർഷമായി പ്രവർത്തിച്ചു വരുന്ന മലബാറിലെ ആദ്യത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയായ പെരിന്തൽമണ്ണ അൽസലാമയിൽ വിട്രിയോ റെറ്റിനൽ ഡിപ്പാർട്ട്മെന്റ് ആധുനിക സജ്ജീകരണങ്ങളോടെ നവീകരിച്ചു. MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണിന്റെ പിൻഭാഗത്തെ ദൃഷ്ടിപടലവുമായി ബന്ധപ്പെട്ടു വരുന്ന അസുഖങ്ങൾ കൃത്യമായി നിർണ്ണയിക്കുന്നതിനും ചികിത്സ ലഭ്യമാക്കുന്നതിനും സാധ്യമാകുന്ന ഏറ്റവും നൂതനമായ സംവിധാനങ്ങളാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിന്റെ വിട്രിയോ റെറ്റിനൽ ഡിപ്പാർട്ട്മെന്റിൽ സജ്ജമാക്കിയിരിക്കുന്നത്. നവീകരിച്ച വിട്രിയോ റെറ്റിനൽ വിഭാഗത്തിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. നേത്രചികിത്സയിലെ പുതിയ ഇന്നോവേഷൻസ് നമ്മുടെ നാട്ടിലെത്താത്ത സാഹചര്യങ്ങൾ കൊണ്ടാണ്. എന്നാൽ ഇന്ന് അൽസലാമ ഏറ്റവും പുതിയ ടെക്നോളജിയും ഏറ്റവും പുതിയ ഉപകരണങ്ങളും കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ റെറ്റിന ചികിത്സക്ക് നൂതനമായിട്ടുള്ള ഒരു മാർഗം ഒരുക്കിയിരിക്കുകയാണ്. ആ ക്ലിനിക്ക് തീർച്ചയായിട്ടും ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വലിയ ഉപകാരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഒരുപാട് ആളുകൾക്ക് ഇതൊരു സഹായമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചടങ്ങിൽ ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ, വൈസ് ചെയർമാൻ അഷ്റഫ് കീഴ്ശ്ശേരി, ഡയറക്ടർമാരായ നാസർ ചോലക്കൽ, സയ്യിദ് അലി ആനമങ്ങാട്, അസൈനാർ ഹാജി, അബ്ദുൽ ജലീൽ PK, VV നസീർ, ഉസ്മാൻ KP, നാസർ അലിക്കൽ, മുഹമ്മദ് അലി മാട്ടുമത്തൊടി എന്നിവരും കുറ്റീരി മാനിപ്പ, ഡോക്ടർ നീലാർ മുഹമ്മദ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഡോക്ടർമാരായ രേഷ്മ പന്മറാം, അനൂപ് K, അഭിഷേക്, ബിന്ദ്യ, അൽമാസ്, ശ്രീകാന്ത്, ഷിയാസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രമേഹം മൂലം കണ്ണിന്റെ ദൃഷ്ടിപടലത്തിലുണ്ടാകുന്ന നീർക്കെട്ടടക്കമുള്ള അസുഖങ്ങൾക്കുള്ള ചികിത്സ, പ്രമേഹം മൂലം കണ്ണിലുണ്ടാകുന്ന രക്തസ്രാവം തടയാനുള്ള നൂതന ചികിത്സയായ വിട്രക്ടമി, ദൃഷ്ടിപടലം വിട്ടുവരുന്ന അവസ്ഥയ്ക്കുള്ള ചികിത്സയ്ക്കെല്ലാം ഈ ഡിപ്പാർട്ട്മെന്റിൽ സംവിധാനങ്ങൾ സജ്ജമാണ്. ദൃഷ്ടിപടലത്തിലെ എല്ലാ രോഗനിർണയത്തിനും ആവശ്യമായ നൂതന സ്കാനിംഗ്, OCT, ബേസ് സ്കാൻ, OCT ആൻജിയോഗ്രാം, ഫണ്ടസ് ഫ്ലൂറസിൻ ആൻജിയോഗ്രാം ടെസ്റ്റുകൾക്കടക്കം ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കണ്ണിൻ്റെ റെറ്റിന എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഞരമ്പാണ്. കണ്ണിൻ്റെ ഞരമ്പിൽ വരുന്ന അസുഖങ്ങൾ ഒട്ടനവധിയാണ്. ഇന്ത്യ ഡയബറ്റിക് ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന അസുഖം. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് മെഡിക്കേഷൻസ് ഉണ്ട്, ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ കണ്ണിൻ്റെ ഉള്ളിലെടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ഉണ്ട് ആൻഡ് സർജറീസ് ഉണ്ട്. ഇതാണ് 4 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ട്രീറ്റ്മെൻറ്റിനെ നമ്മൾ ഗൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്കാൻസ് ഉണ്ട്. അപ്പം സ്കാൻസ് നമ്മൾ എടുത്തു കഴിയുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസും അതുപോലെ ട്രീറ്റ്മെൻറ്റിൻ്റെ റെസ്പോൺസും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ഇവിടെയുള്ള സ്കാൻസ് എന്ന് പറയുമ്പോൾ ലോകത്ത് എവിടെ ചെന്നാലും കിട്ടുന്ന രീതിയിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ടുള്ള സ്കാൻസ് ആണ്. മുഴുവൻ സമയ റെറ്റിന സർജന്റെയും മറ്റ് വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനങ്ങളും ഡിപ്പാർട്ട്മെന്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വിജയം. 28 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥിയായ ആലി തേക്കത്ത് വാർഡ് പിടിച്ചെടുത്തത്. ഇതോടെ ഭരണത്തിലുള്ള LDFന് ഭൂരിപക്ഷം നഷ്ടമായി. രാജിവെച്ചൊഴിയണമെന്ന് കോൺഗ്രസ്. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലത്തിന് ടെൻഡർ ക്ഷണിച്ചു. 52.58 കോടി രൂപയുടേതാണ് ടെൻഡർ. പ്രദേശവാസികൾക്ക് തൃപ്തികരമായ വിധത്തിൽ ഭൂമി ഏറ്റെടുത്ത് പദ്ധതി നടപ്പാക്കുമെന്ന് മുഹമ്മദ് മോസിൻ MLA. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന പ്രതികളെ വേഗത്തിൽ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദരമൊരുക്കി വ്യാപാരികളും ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനും. ശേഷിക്കുന്ന പ്രതികളെ കൂടി വൈകാതെ പിടികൂടുമെന്ന് DYSP TK ഷൈജു. ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറിൽ യാത്രക്കാരിയുടെ കഴുത്തിൽ നിന്ന് 1 പവന്റെ സ്വർണ്ണമാല കവർന്നു. കുലുക്കല്ലൂരിൽ ട്രെയിൻ നിർത്തിയപ്പോഴാണ് സംഭവം. മോഷ്ടാവ് ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു.
CPM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം ഡിസംബർ 13, 14, 15 തീയതികളിൽ പൂക്കോട്ടുകാവിൽ നടക്കും. പതാക കൊടിമര ജാഥകൾ വ്യാഴാഴ്ച. 18 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 138 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇനി ഷോർട്ട് ന്യൂസ് കാണാം.